ഓക്കെ, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ, നമ്മുടെ 10th SCERTയിലെ ഒന്നാമത്തെ ചാപ്റ്റർ, നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. അപ്പോൾ മലയാളം മീഡിയംകാർക്കും ഇംഗ്ലീഷ് മീഡിയംകാർക്കും ഒരുപോലെ കേൾക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നാമകരണം, ഐസോമെറിസം, അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസം എന്ന് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററും ഡീറ്റെയിൽസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കുറച്ച് ഭാഗമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ടെക്സ്റ്റ് എങ്ങനെയാണോ അതേപോലെയാണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ എന്ത് പറയുന്നു അതേപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് വായിക്കുന്നില്ല, ഫുള്ളായിട്ട് നിങ്ങൾ വായിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പാഠം മനസ്സിലാവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചാപ്റ്റർ അതേപോലെ വായിച്ചിട്ട് പോകുന്നില്ല. റെഡി? അപ്പോൾ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാൻ കഴിയുക? The world of substances formed when carbon combines with elements like hydrogen, oxygen, nitrogen and few other elements has become indispensable to the modern life. The study of structure, nomenclature and characteristics of numerous such compounds is fascinating. അതായത് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരു വാക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കാർബൺ എന്ന് പറയുന്ന നമ്മുടെ ഇലമെന്റ് മറ്റുള്ള എലമെന്റ്സ്, പ്രധാനമായിട്ടും ഹൈഡ്രജനുമായിട്ടുള്ള കേസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കാർബണും ഹൈഡ്രജനുമായിട്ടും ഓക്സിജനുമായിട്ടും നൈട്രജനുമായിട്ടും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ബോൺസ് കമ്പൈൻ ചെയ്യുന്നതിന് കുറച്ചുകൂടി ഈസി ആയിട്ട് പറയുന്നത് ബോൺസ് ഫോം ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സും അതിൻ്റെ സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന ബ്രാഞ്ചിലാണ് ഇത് മെയിനായിട്ടും വരുന്നത്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ സ്റ്റഡിയും അതിൻ്റെ പേരും അതിൻ്റെ വെറൈറ്റിയും അതിൻ്റെ സ്ട്രക്ചറും ഹൈഡ്രോ കാർബൺസും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഇയറിൽ തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ബേസിലേക്കും കൂടി കടന്നിട്ട് തന്നെ പോകാൻ പ്രശ്നമില്ല. ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 കോമ്പൗണ്ട്സ് ആർ ഗിവൻ. 2 കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കോമ്പൗണ്ട്സ് നിങ്ങളൊന്ന് നോക്കിയേ, അതും തന്നെ ഒന്ന് നോക്കുക. 2 ഹൈഡ്രോ കാർബണും വ്യത്യാസമാണ് അല്ലേ? നമുക്ക് കാണുന്ന തന്നെ സ്ട്രക്ചർ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. പക്ഷെ അതിലുള്ള കാർബണിൻ്റെയും ഹൈഡ്രജനും എണ്ണ ഒന്ന് നോക്കിയേ. ആദ്യത്തെ ഹൈഡ്രോ കാർബൺ 1ൽ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5. 5 കാർബൺസ് ആണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് നോക്കിയേ, ഹൈഡ്രജൻ എത്രയുണ്ട് നോക്കിയേ. 3, 2, 2, 2, 3. ടോട്ടൽ എത്രയുണ്ട്? ഹൈഡ്രജൻ 12 ആണുള്ളത്. 12 അല്ലേ? ഒന്നുകൂടി കൗണ്ട് ചെയ്യേണ്ടവർക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. അതിൽ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കിയാലും നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ എന്ത് മനസ്സിലാവും? 5 കാർബണും 12 ഹൈഡ്രജനാണ് ഉള്ളത്. അതായത് ഒരേപോലെയാണ് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണമെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് പറയുകയാണ്? അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് വ്യത്യാസമായിരിക്കും. രണ്ടും ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെ, പക്ഷേ അതിൽ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കും. നമുക്ക് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് തന്നെ ഇവിടെ എഴുതാനുണ്ടല്ലോ. യു ആർ ഫെമിലിയർ വിത്ത് ദ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺ 1. കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ തന്നെ ഓൾറെഡി ഈ ഒരു സ്ട്രക്ചർ പഠിക്കുന്നുണ്ട് ഉണ്ടല്ലോ. ജസ്റ്റ് ഇതിൻ്റെ പേര് മാത്രം നിങ്ങൾ പറഞ്ഞേക്കാം. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദിസ് ചെയിൻ? ഈ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? നമ്മൾ എഴുതി എത്ര കാർബൺ ആയിരുന്നു കൗണ്ട് ചെയ്തിട്ട് കിട്ടിയത്? 5 കാർബൺ ആണുള്ളത് അല്ലേ? 5 കാർബൺ. വാട്ട് ഈസ് എ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? വേർഡ് റൂട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 5 ആവുമ്പോൾ എത്രയാണ് വരിക? 1 ആവുമ്പോൾ മെത്ത്, 2 ആവുമ്പോൾ ഇത്ത്, 3 ആവുമ്പോൾ പ്രൊപ്പ്, 4 ആവുമ്പോൾ ബ്യൂട്ട്, 5 ആവുമ്പോൾ പെൻറ്റ്, PENT, പെൻറ്റ് എന്നാണ് വരിക എന്ന് നിങ്ങൾക്കറിയാം. 6 ആവുമ്പോൾ എന്തായിരുന്നു? 6 ആവുമ്പോൾ ഹെക്സ്, 7 ആവുമ്പോൾ ഹെപ്റ്റ്, 8 ആവുമ്പോൾ ഒക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഒന്നാമത്തെ കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം എഴുതാൻ പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആദ്യം എന്ത് എഴുതുക? അതിൻ്റെ റൂട്ട് നെയിം പെൻറ്റ്, പിന്നെ അതിനുശേഷം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടോ? കാർബൺ ആറ്റംസ് തമ്മിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ബോൺസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ ഇപ്പം കാർബൺ ആറ്റംസ് തമ്മിൽ എന്തെങ്കിലും ബോണ്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല, ഒരു ബോണ്ടും കാര്യങ്ങളോ ഒന്നും. എക്സ്ട്രാ ഒരു ബോണ്ട് അല്ലാതെ 2 ബോണ്ടോ 3 ബോണ്ടോ ഏതെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, ഒറ്റ ബോണ്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ളതിന് നമ്മൾ എന്തായിരുന്നു അതിന് കൊടുക്കുക? എയിൻ എന്ന് പറയുന്ന സഫിക്സ് കൊടുക്കണം. എയിൻ, ANE, പെൻറ്റെയിൻ എന്നാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. അത് നിങ്ങൾക്ക് റെഡി ആയിരിക്കുമല്ലോ? റെഡി ആയിരിക്കും, കഴിഞ്ഞ വർഷം പഠിച്ച കാര്യം തന്നെ. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഹൈഡ്രോകാർബൺ 2. ഹൈഡ്രോകാർബൺ 2 നോക്കുമ്പം അതിൻ്റെ മോളിക്കുലാർ ഫോർമുല, രണ്ടിലെയും മോളിക്കുലാർ ഫോർമുലയാണ് നമ്മളിവിടെ C5H12 എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ എന്നുള്ളത് എഴുതുന്നതാണ് മോളിക്കുലാർ ഫോർമുല എന്ന് വിളിക്കുക. അപ്പോൾ രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല എന്താണ്? C5H12 എന്നാണ് വരിക. രണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C5H12 എന്നതാണ്. നെക്സ്റ്റ്, ഹൗ ഡു ദേ ഡിഫർ ഇൻ ദി സ്ട്രക്ചർ ഓഫ് ദി കാർബൺ ചെയിൻ?
കാർബൺ ചെയിനിന്റെ സ്ട്രക്ചറിൽ എന്താ വ്യത്യാസം ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? രണ്ടിലും മോളിക്കുലാർ ഫോർമുല സെയിം ആണെങ്കിലും എന്ത് പറയാം, ഒന്നിലൊരു ബ്രാഞ്ച് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റതെല്ലാം സ്ട്രെയിറ്റ് ചെയിൻ അല്ലേ, 5 കാർബണും നേരെയായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലെങ്ങനെയാ 4 എണ്ണം, 1 2 3 4 കാർബൺ ആറ്റംസ് എന്താണ് ചെയിനിൽ നേരെയായിട്ട് വരുന്നുണ്ട്, ഒന്നൊരു ബ്രാഞ്ച് ആയിട്ട് ശാഖയായിട്ട് കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റും. റെഡി അല്ലേ? ഇനി അടുത്ത മറ്റേ സ്ട്രക്ചർ നോക്കിയേ. ഹാവ് എ ലുക്ക് അറ്റ് ദി സ്ട്രക്ചറൽ ഫോർമുല ഓഫ് another ഹൈഡ്രോകാർബൺ വിത്ത് ദ സെയിം മോളിക്കുലാർ ഫോർമുല. ഇതും കൗണ്ട് ചെയ്ത് നോക്കി, 1 2 3 4 5 5 കാർബണും എത്ര ഹൈഡ്രജനാണ് നോക്കിയേ. ഹൈഡ്രജൻ നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ ഇത്ര തന്നെയായിരിക്കും, 12 തന്നെയായിരിക്കും കിട്ടുക. അപ്പം എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള C5H12 എന്ന് പറയുന്ന മോളിക്കുലാർ ഫോർമുലയാണ് ഇവിടെ പറയുന്നത്. അതായത് ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് പറയാൻ പറ്റും. റെഡി അല്ലേ? റെഡി. ഇനി സാധാരണ ആൽക്കെയിൻസിന്റെ പേരുകളും കാര്യങ്ങളും കഴിഞ്ഞ വർഷം പഠിച്ചതെന്ന് വെച്ചിട്ട് ഒന്ന് ഓർമ്മിച്ചെടുത്തുകൊണ്ട് നമുക്കിവിടെ ഓരോന്നിന്റെ ബ്രാഞ്ച് ഉള്ള കേസസ് നോക്കാം. ഓക്കെ, ഒരു ബ്രാഞ്ചുള്ള കേസ് ഇവിടെ നമ്മൾ 4 കാർബൺ ആറ്റംസ് ആണുള്ളത്. 4 കാർബൺ ആറ്റംസ് അല്ല, നെക്സ്റ്റ് ഇവിടെ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി ഹൈഡ്രോകാർബൺ വിത്ത് 1 ബ്രാഞ്ച്, ഒരു ബ്രാഞ്ചുള്ള ഒരു കേസാണ് ഇവിടെ പറയുന്നത്. ഏതാ ബ്രാഞ്ച്? CH3 എന്ന് പറയുന്ന ബ്രാഞ്ചിന്റെ ഇവിടെ. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പേര് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പേര് കണ്ടുപിടിക്കുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും നോക്കണ്ട. മിസ് പറയുന്ന കാര്യം മാത്രം ഒന്ന് നോക്കുക. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ജസ്റ്റ് എന്ത് ചെയ്യാം, ആദ്യം എത്ര കാർബൺ ഉണ്ടെന്ന് കൗണ്ട് ചെയ്തേക്കാം. നമ്മൾ മുറിയാതെ, അതായത് സ്ട്രെയിറ്റ് ചെയിനിൽ അല്ലെങ്കിൽ ഒരു ചെയിനിൽ മുറിയാതെ രീതിയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ചെയിനായിട്ട് എത്ര കാർബൺ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പം ഇവിടെ നോക്കിയേ, 1 2 3 4 കാർബൺ അല്ലേ വരുന്നേ. 4 കാർബണാണ് മെയിൻ ആയിട്ടുള്ള ചെയിനിൽ വരുന്നത്. മെയിൻ ചെയിനിൽ 4 കാർബൺ ഓർമ്മയിൽ വെച്ചേക്കാം. എന്തുകൊണ്ട് 5 എടുത്തില്ല? അഞ്ചാമത്തത് ഒരു ബ്രാഞ്ചാ അല്ലേ, അഞ്ചാമത്തെ ഒരു ബ്രാഞ്ച് ആയിട്ടാണുള്ളത്. ഇനി നമ്മൾ എന്ത് നോക്കാം, ബ്രാഞ്ച് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇവിടെ ഓൾറെഡി ബ്രാഞ്ച് ഉണ്ട് അല്ലേ. ഏതാ ബ്രാഞ്ച്? CH3 ആണെങ്കിൽ, അതായത് CH4 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? CH4 ആണെങ്കിൽ നമ്മൾ അതിനെ മീത്തേൻ എന്ന് വിളിക്കും അല്ലേ. നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ, ഒരു കാർബൺ ആണെങ്കിൽ എന്ത് വരും? മീത്ത് എന്നാണ് വരിക. മീത്തേൻ ആണ് ഒരു കാർബണും ഹൈഡ്രജനുള്ള കോമ്പൗണ്ടിനെ വിളിക്കാം, 4 ഹൈഡ്രജനുള്ള കോമ്പൗണ്ടിന്. അപ്പം മീത്തേൻ ആണ്. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല, 3 ഉള്ളൂ. ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മീതൈൽ എന്നാണ്. മീതൈൽ എന്നാണ് വിളിക്കുക. മീതൈൽ. ഏത് ബ്രാഞ്ചിനെ? CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ചിനെ നമ്മൾ മീതൈൽ എന്നാണ് വിളിക്കുക. പിന്നെ നമ്മൾ എത്ര കാർബൺ ഉണ്ടെന്നാണ് പറഞ്ഞത്? 4 കാർബൺ ഉള്ള ചെയിൻ ആണെന്ന് പറഞ്ഞത്. 4 കാർബൺ ഉള്ള ചെയിനിന് എന്ത് പേരായിരുന്നു വിളിക്കുക? ബ്യൂട്ട് അല്ലേ. ബ്യൂട്ട്. 4 കാർബൺ ആണെങ്കിൽ ബ്യൂട്ട്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒന്നും ഇല്ലെങ്കിൽ ഏത് വരും? എയിൻ എന്ന് വരും. ബ്യൂട്ട് എയിൻ എന്ന് വരും. ബ്യൂട്ടെയിൻ. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേര് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ ബ്രാഞ്ച് നമുക്ക് എങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. നമുക്കിപ്പോൾ 2 രീതിയിൽ കൗണ്ട് ചെയ്യാം അല്ലേ. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും നമുക്ക് കാർബൺ ആറ്റത്തിനെ കൗണ്ട് ചെയ്യാം. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ ഇങ്ങനെയല്ലേ നമ്പർ വരിക? 1 2 3 4. റെഡി അല്ലേ? ഇനിയിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ എങ്ങനെ വരും? 1ാമത്തെ കാർബൺ, 2ാമത്തെ കാർബൺ, 3ാമത്തെ കാർബൺ, 4ാമത്തെ കാർബൺ. ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ ബ്രാഞ്ച് CH3 എന്ന് പറയുന്ന ബ്രാഞ്ച് എങ്ങനെ കൗണ്ട് ചെയ്താലാണോ കുറഞ്ഞ നമ്പറിൽ വരുന്നത്, അതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഈ CH3 എന്ന് പറയുന്ന ബ്രാഞ്ച് എങ്ങനെ കൗണ്ട് ചെയ്താലാണോ കുറഞ്ഞ നമ്പറിൽ വരുന്നത്, ആ രീതിയിലാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ ഏതാണ് കുറഞ്ഞ രീതിയിൽ വരുന്നത്? ഇതല്ലേ 2ാമത്തെ പൊസിഷനിൽ വരുമ്പോഴല്ലേ, മറ്റേതാവുമ്പോൾ 3ാമത്തെ പൊസിഷനല്ലേ. അപ്പം എങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്? ഈ കേസിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൗണ്ട് ചെയ്താലാണ് കുറഞ്ഞ നമ്പറിൽ നമ്മുടെ ബ്രാഞ്ച് കിട്ടുന്നത്, 2ാമത്തെ പൊസിഷന് കിട്ടുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ 3 കിട്ടുക. 3 നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറഞ്ഞ നമ്പർ വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2 വരിക. അപ്പോൾ എന്താ നമ്മൾ നെയിം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പൊസിഷൻ കൊടുക്കുക ബ്രാഞ്ചിൻ്റെ 2, 2ാമത്തെ പൊസിഷനിലേ ഉള്ള ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. പിന്നെ ഏതാണ് ബ്രാഞ്ച് എന്ന് കൊടുക്കുക. ബ്രാഞ്ചിൻ്റെ പേര് നമ്മൾ നേരത്തെ എഴുതിയേ, മീതൈൽ. 2 മീതൈൽ. ഇനി എന്ത് എഴുതുക? മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് നോക്കാം. മെയിൻ ചെയിനിൽ എത്രയാ? 4 കാർബൺ. അപ്പം ബ്യൂട്ട്. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടോ? ഇല്ല. അപ്പം ബ്യൂട്ട് എയിൻ അല്ലേ വരിക? എയിനാണോ? അല്ല, എയിനാണ് വരിക. എയിൻ എന്ന് വരും. 2 മീതൈൽ ബ്യൂട്ടെയിൻ എന്നായിരിക്കും ഈ കോമ്പൗണ്ടിൻ്റെ പേര്. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫൈനലി കണ്ടുപിടിച്ചിട്ടുള്ള ആൻസറാണ് ഇവിടെ കൊടുക്കുന്നത്. ഏത്? അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടാവും.
എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ മിസ് പറഞ്ഞ എഴുതി വെച്ചാൽ മതി. 2-methyl butane ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. റെഡി അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ മുഴുവനായിട്ട് കൊടുത്തിരിക്കുന്നത്. മെയിൻ ചെയിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് CH3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്രാഞ്ച് CH3 ആണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഏത് 2 രീതിയിൽ നമുക്ക് നെയിം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ഒക്കെ ആയിട്ട് നെയിം ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മീതൈൽ CH3 ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് മീതൈൽ ഗ്രൂപ്പാണ്. ഇനിയിപ്പോൾ C2H5 അല്ലെങ്കിൽ CH2CH3 ഇങ്ങനെയാണ് ബ്രാഞ്ച് വരുന്നതെങ്കിൽ കേസ് നമുക്ക് നോക്കാം. ഇങ്ങനെയാണെങ്കിൽ ഈത്തൈൽ എന്നാണ് അതിൻ്റെ പേര് വരിക. 3 കാർബൺ ബ്രാഞ്ചിലാണ് വരുന്നതെങ്കിൽ പ്രൊപ്പൈൽ എന്നാണ് വിളിക്കാൻ പറ്റുക. പ്രൊപ്പൈൽ എന്നാണ് വരിക. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. റെഡി അല്ലേ? ഈ ഒരു കോമ്പൗണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ആൻസറിലോട്ട് എത്താൻ കഴിയും. ഇവിടെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നോക്കാം. ആദ്യം മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. മെയിൻ ചെയിനിൽ എത്ര കാർബണാ? 5 കാർബൺ അല്ലേ? 1 2 3 4 5 5 കാർബണാണുള്ളത്. 5 കാർബൺ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കാം? പേരെന്താ? വേർഡ് റൂട്ട് 5 കാർബൺ ആണെങ്കിൽ പെൻറ്റ് എന്നാണ് പേര്. പെൻറ്റ് എന്നാണ് പേര് വരിക. 5 കാർബൺ ആണെങ്കിൽ പെൻറ്റ് എന്നാണ് പേര് വരിക. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ എന്തായിരുന്നു സഫിക്സ് വരിക? ANE. എയിൻ എന്നാണ് വരിക. എൻ എഴുതുമ്പോൾ എന്തുവായി പോകുന്നതാണ്. ടോട്ടൽ ശ്രദ്ധിച്ചാൽ മതി. നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏതാ ബ്രാഞ്ച് വരുന്നത്? ആദ്യം വലിയ ചെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ അല്ലേ? അപ്പോൾ ഇതല്ലേ നമ്മുടെ വലിയ ചെയിൻ? ഇതാണ് നമ്മുടെ വലിയ ചെയിൻ. അപ്പോൾ ബ്രാഞ്ച് ഏതാ? ഈ CH3 ആണ് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ, വേറെ കളറിൽ കൊടുക്കണോ? വേറെ കളറിൽ കൊടുക്കണമെങ്കിൽ വേറെ കളറിൽ കൊടുക്കാം. നോക്കാം. അതായത് ഇത് നമ്മുടെ ചെയിൻ ബ്രാഞ്ച്. ഓക്കെ, ഇത് നമ്മുടെ മെയിൻ ചെയിൻ ഏതാണ്? ഈ 5 വരുന്നതാണ് മെയിൻ ചെയിൻ. പിന്നെ CH3 എന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ബ്രാഞ്ച് എന്ന് പറയുന്നത്. റെഡി അല്ലേ? അപ്പോൾ നെയിം ഓഫ് ദി ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പേരെന്താ? ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ? CH3 അല്ലേ ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്? CH3നെ വിളിക്കുന്ന പേരെന്തായിരുന്നു? മീത്തൈൽ എന്നല്ലേ? മീത്തൈൽ. METHYL. മീത്തൈൽ. മീത്തൈൽ. പിന്നെ നമ്മുടെ അടുത്ത ഭാഗം, അടുത്ത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എന്നിട്ട് എനിക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനാവില്ല, പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പേ നോക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ നോക്കിയേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൗണ്ട് ചെയ്താലാണോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്താലാണോ? എങ്ങനെ കൗണ്ട് ചെയ്താലാണ് നമുക്ക് കുറഞ്ഞ നമ്പറിൽ ഇവിടെ എന്ത് കിട്ടുക? എങ്ങനെ കൗണ്ട് ചെയ്താലാണ് നമുക്ക് കുറഞ്ഞ നമ്പറിൽ ഈ ഒരു പൊസിഷന് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. കുറഞ്ഞ നമ്പറിൽ CH3 ഗ്രൂപ്പ് വരുന്നത് എങ്ങനെ കൗണ്ട് ചെയ്താലാണെന്നാണ് ചോദിക്കുന്നത്. പറഞ്ഞോ. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൗണ്ട് ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ. ഇതിൽ എത്രാമത്തെ പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ് ഉള്ളത്? 4ാമത്തെ പൊസിഷനിലല്ലേ? ഇനിയിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യുമ്പോഴോ? 1ാമത്തെ, 2ാമത്തെ, 3ാമത്തെ, 4ാമത്തെ, 5ാമത്തെ കാർബൺ. ഇപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ് ഉള്ളത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 2ാമത്തെ പൊസിഷനിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 4ാമത്തെ പൊസിഷനിലും. അപ്പോൾ ഏതാ നമ്മൾ എടുക്കേണ്ടത്? കുറഞ്ഞ നമ്പർ വരുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് കൗണ്ട് ചെയ്യേണ്ടത്. 2ാമത്തെ പൊസിഷനിലുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. 2. റെഡി അല്ലേ? ഇപ്പോൾ ഫൈനലി നെയിം കിട്ടിയോ? 2-methyl pentane എന്നാണ് ഇതിൻ്റെ പേര് വരിക. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ 5 കാർബൺ ആയതുകൊണ്ട് മെയിൻ ചെയിനിൽ 5 കാർബൺ ആയതുകൊണ്ട് പെൻറ്റ് എന്ന് വരുന്നു പറഞ്ഞു, പെൻറ്റെയിൻ എന്ന് വരുന്നു പറഞ്ഞു, മീതൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, 2 ആണ് പൊസിഷൻ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി ഇതൊക്കെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. നോക്കിയേ, ഇതിൽ ഏറ്റവും വലിയ ചെയിൻ നോക്കാം. ഇതിൽ ഏറ്റവും വലിയ ചെയിൻ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചെയിൻ ഏതാ നോക്കിയാൽ അതല്ലേ കണ്ടിന്യൂസ് ചെയിൻ. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ വരുന്ന ചെയിൻ. 6 കാർബൺ. നെയിം ഓഫ് ദി ബ്രാഞ്ച്. ഇവിടെ ഏതാ ബ്രാഞ്ച്? ബ്രാഞ്ചിന് വേറെ കളറാക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിപ്പോൾ. ബ്രാഞ്ച് ഇതാണ് അല്ലേ? CH3 എന്ന് പറയുന്നതാണ് ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. മറ്റേത് മെയിൻ ചെയിനും ഇത് CH3 എന്ന് പറയുന്ന ബ്രാഞ്ചും. ബ്രാഞ്ചിൻ്റെ പേരെന്താ അപ്പോൾ? എഴുതണോ? മീതൈൽ എന്നാണ്. എന്ന് മാത്രം എഴുതിയാൽ മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? മീതൈൽ കേട്ടോ. മീതൈൽ എന്നാണ് ബ്രാഞ്ചിൻ്റെ പേര്. പിന്നെ അത് എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ എത്രാമത്തെ പൊസിഷനിലാണ് വരുന്നത്? 1 2 2ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിലോ 1 2 3 4 5ാമത്തെ പൊസിഷനിലാണ് വരും അല്ലേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ 5ാമത്തെ പൊസിഷനും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ 2ാമത്തെ പൊസിഷനും. അപ്പോൾ ഏതാ എടുക്കേണ്ടത്? 2ാമത്തെ പൊസിഷനാണ് എടുക്കേണ്ടത് അല്ലേ? അപ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് ഉള്ളത്? 2ാമത്തെ പൊസിഷൻ. അപ്പോൾ പേര് ആൻസർ ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയാം, ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിയാൽ മതി. എത്രാമത്തെ പൊസിഷനിലാണ്? 2ാമത്തെ പൊസിഷനിൽ മീതൈൽ ഗ്രൂപ്പ് വരുന്ന
കോമ്പൗണ്ട്, രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്ന 6 കാർബണുള്ള കോമ്പൗണ്ട് 2-മീഥൈൽ ഹെക്സെയിൻ എന്നാണ് പേര് വരിക. 2-മീഥൈൽ ഹെക്സെയിൻ. എഴുതാൻ കുറച്ച് ടൈം എടുക്കും. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടവർ, ഫാസ്റ്റ് ചെയ്യേണ്ടവർ ഫാസ്റ്റായിട്ട് 2x എങ്ങനെയാ വെച്ചാൽ കാണുക കേട്ടോ. കാരണം എഴുതുന്നത് കുറച്ച് പാടുണ്ട് എഴുതാനായിട്ട്. 2-മീഥൈൽ ഹെക്സെയിൻ എന്നാണ് വരിക. HEXANE, ഹെക്സെയിൻ. 2-മീഥൈൽ ഹെക്സെയിൻ, ANE. 2-മീഥൈൽ ഹെക്സെയിൻ എന്നാണ് വരിക. റെഡി അല്ലേ? നെക്സ്റ്റ് ഇതിൻ്റെ പേരെന്തായിരിക്കും വരിക? ഇതിലെ മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ് മെയിൻ ചെയിൻ. 4 കാർബൺ വരുന്ന ചെയിൻ. 4 കാർബൺ വരുന്നതായിരിക്കും മെയിൻ ചെയിൻ. ഇതിൻ്റെ ബ്രാഞ്ച് ഏതാ? CH3 എന്ന് പറയുന്നതാണ് ഇതിലെ ബ്രാഞ്ച്. ബ്രാഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? CH3 എന്ന് പറയുന്നതാണ് ബ്രാഞ്ച് വരുന്നത്. അതായത് തന്നെയാണ് മീഥൈൽ എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് വരുന്നത്. എത്രാമത്തെ പൊസിഷനിലായി CH3 വരുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണെങ്കിൽ 3-ാമത്തെ പൊസിഷനും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണെങ്കിൽ 2-ാമത്തെ പൊസിഷൻ. അപ്പോൾ ഏതാ എടുക്കണ്ടേ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടുള്ള പൊസിഷൻ. 2-ാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. 2-ാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ 2-മീഥൈൽ എത്ര കാർബൺ ഉണ്ട് മാക്സിമം മെയിൻ ചെയിനിൽ? 4 കാർബൺ. 2-മീഥൈൽ ബ്യൂട്ടെയിൻ എന്ന് വരും. 2-മീഥൈൽ ബ്യൂട്ടെയിൻ എന്നാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 2-മീഥൈൽ ബ്യൂട്ടെയിൻ. നെക്സ്റ്റ് നോക്കിയേ. അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ 3-ാമത്തെ കേസ് നോക്കിയേ. ഇതിൽ ഏറ്റവും വലിയ ചെയിൻ എടുക്കുക. ഏറ്റവും വലിയ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബൺ വരുന്ന ചെയിൻ അല്ലേ? അത് ഇതല്ലേ ചെയിന്? നിങ്ങൾക്ക് നോർമലി ആ നേരെയുള്ള ആദ്യത്തെ ചെയിൻ നിങ്ങൾ എടുത്തു പോകും. പക്ഷെ ആദ്യത്തെ ചെയിനിൽ എന്താ 5 കാർബണേ വരുന്നുള്ളൂ അല്ലേ? 1 2 3 4 5. പക്ഷെ ഞാനിപ്പോൾ എടുത്ത ചെയിനിൽ എത്ര വരുന്നുണ്ട്? 6 വരുന്നുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ഏതാണോ വരുന്നത് അത് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ 6 കാർബൺ വരുന്ന ഈ ചെയിനാണ് മെയിൻ ആയിട്ടുള്ള ചെയിൻ. ഇതിൽ എത്രാമത്തെ പൊസിഷനിലാണ് CH3 ഗ്രൂപ്പ് വരുന്നത്, മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്, ബ്രാഞ്ച് വരുന്നത്? 3-ാമത്തെ പൊസിഷനിൽ. താഴെ നിന്ന് മുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 3-ാമത്തെ പൊസിഷനിലാണ് എന്ത് വരുന്നത്? CH3 ഗ്രൂപ്പ് വരുന്നത്. ഇനിയിപ്പം മുകളിൽ നിന്ന് റൈറ്റിൽ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ 4-ാമത്തെ പൊസിഷനാണ് വരിക. അപ്പോൾ ഏതാ നമ്മൾ എടുക്കേണ്ടത്? താഴെ നിന്ന് മുകളിലോട്ട് വരുന്നത് 3-ാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ചെയിൻ മാക്സിമം ഏറ്റവും കൂടുതൽ വരുന്നത് 6 ആണ്. ബ്രാഞ്ചിൻ്റെ പേര് ഏതാണ്? മീഥൈൽ തന്നെ, ME. മീഥൈൽ തന്നെ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് എത്രാമത്തെ പൊസിഷനാണ്? 3-ാമത്തെ പൊസിഷനാണ്. അപ്പോൾ 3-മീഥൈൽ ഹെക്സെയിൻ വരും. 3-മീഥൈൽ ഹെക്സെയിൻ. 6 കാർബൺ ആയതുകൊണ്ട് ഹെക്സ്. അപ്പോൾ 3-മീഥൈൽ ഹെക്സെയിൻ എന്നാണ് ഇതിൻ്റെ പേര് വരിക. പേര് ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ എഴുതിയാൽ മതി. പറയുമ്പം എഴുതിയാൽ മതി. ഇനിയിപ്പം വേണമെങ്കിൽ ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് അതിൽ ഓൾറെഡി ടൈപ്പ് ചെയ്തിട്ട് അത് കാണുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്ത് തരാം. നെക്സ്റ്റ് അടുത്ത നോക്കിയാൽ നിങ്ങൾ അടുത്ത ഏറ്റവും വലിയ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. നേരെയുള്ള ചെയിൻ എടുത്താലും താഴെയുള്ള ചെയിൻ എടുത്താലും എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? മാക്സിമം 5 കാർബണേ അതിൽ വരുന്നുള്ളൂ അല്ലേ ഒരു ചെയിനിൽ. അപ്പോൾ ആദ്യത്തെ വലിയ ഇത് തന്നെ എടുത്തു. ഏറ്റവും വലിയ ചെയിൻ എന്ന് പറയുന്നത് 5 കാർബണുള്ള ചെയിൻ തന്നെയാണ്. അതിൻ്റെ ബ്രാഞ്ച് നിങ്ങൾ നോക്കി, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞപ്പം ബ്രാഞ്ചിൽ എന്ത് മാത്രമേ വന്നിട്ടുള്ളൂ? CH3 മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ എന്ത് വരുന്നുണ്ട്? CH2ഉം CH3യും ഉള്ള ഗ്രൂപ്പാണ് വരുന്നത്. C2H5. അതായത് 2 കാർബണും 3ഉം 2ഉം 5 ഹൈഡ്രജനും മൊത്തം വരുന്നത്. അല്ലെങ്കിൽ CH2CH3 എന്ന് പറയുന്ന ബ്രാഞ്ച് വരുന്നത്. CH2CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് എന്ത് പേരിട്ട് വിളിക്കുന്ന നേരത്തെ പറഞ്ഞേ? ഈത്തൈൽ എന്നാണ് വിളിക്കുക. ഈത്തൈൽ എന്നാണ് വിളിക്കുക. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ ഏറ്റവും വലിയ ചെയിനിൽ എത്ര കാർബണാ? 5 കാർബൺ. ബ്രാഞ്ചിൻ്റെ പേര് ഈത്തൈൽ. ഈത്തൈൽ എന്നാണ് ബ്രാഞ്ചിൻ്റെ പേര് വരിക. ഈത്തൈൽ, ETHYL. ഈത്തൈൽ എന്നാണ് വരിക. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് നോക്കിയാൽ ലെഫ്റ്റ് നിന്ന് കൗണ്ട് ചെയ്താൽ 3-ാമത്തെ പൊസിഷൻ, റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്താലും 3-ാമത്തെ പൊസിഷൻ. അപ്പോൾ എത്രാമത്തെ പൊസിഷനാണെന്ന് പറയാം? 3-ാമത്തെ പൊസിഷൻ തന്നെ. എങ്ങനെ കൗണ്ട് ചെയ്താലും കുഴപ്പമില്ല. IUPAC നിയമം എങ്ങനെയായിരിക്കും? 3-ാമത്തെ പൊസിഷനിൽ ഈത്തൈൽ. അപ്പം 3-ഈത്തൈൽ, 3-ഈത്തൈൽ, ഈത്തൈൽ, 3-ഈത്തൈൽ. അതിൽ ഏറ്റവും വലിയ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കാർബൺ. 5 കാർബൺ എന്ന് പറയുമ്പോൾ പെൻറ്റെയിൻ. പെൻറ്റ്, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടൊന്നുമില്ല. അപ്പോൾ പെൻറ്റെയിൻ. 3-ഈത്തൈൽ പെൻറ്റ് എയിൻ എന്ന് വരും. ANEയും കൂടെ വരും. നേരെ എഴുതണം. നിങ്ങൾ എഴുതുമ്പോൾ നേരെ എഴുതിയിട്ടില്ലേ തെറ്റിപ്പോവും. സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. 3-ഈത്തൈൽ പെൻറ്റെയിൻ എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. റെഡി അല്ലേ? നെക്സ്റ്റ് ഒന്ന് കൂടുതൽ ബ്രാഞ്ച് വരുന്ന കേസസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് ഫാസ്റ്റാണ് ക്ലാസ്സെങ്കിൽ പറയാം, സ്ലോ ആക്കണമെങ്കിൽ പറയാം. നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയട്ടോ. ഓക്കെ, റെഡി. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. കമൻറ്റ് ബോക്സ് ചോദിച്ചോളാം, ആൻസർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് ചെയ്യാൻ പോകുന്നതാണ്. കെമിസ്ട്രിയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ള സബ്ജക്ട്സും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. കെമിസ്ട്രിയാണ് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ.